ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സെറ്റ് ഓഫ് ടു. കഴിഞ്ഞ് നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്തത് ആ കേരള വിമൻ അഫ്രേഡ് ഓഫ് മാരേജ് എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയിട്ടായിരുന്നു. അതൊരു ന്യൂസ് വന്നപ്പം അതിനെ സംബന്ധിച്ച് നമ്മൾ ചെയ്തൊരു ടോപ്പിക്കായിരുന്നു. ആ ഒരു പോഡ്കാസ്റ്റ് നിങ്ങളെല്ലാവരും വളരെയധികം സ്വീകരിച്ചു. ഇതേ ഒരു പോലെ തന്നെ ഒരു ന്യൂസ് വന്നൊരു കാര്യമായിരുന്നു നമ്മുടെ സത്യഭാമ ടീച്ചർ വളരെ മോശമായിട്ടുള്ള കുറച്ച് കമൻസ് ഒക്കെ പാസ് ചെയ്തപ്പോൾ. അന്നാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് ചെയ്യണം എന്ന് തീരുമാനിച്ചത്. അന്ന് ചെയ്യണം എന്ന് വിചാരിച്ച ഒരു ടോപ്പിക്കും കൂടിയാണിത്. പിന്നീട് നമ്മുടെ ആ ഒരു മറ്റൊരു വീഡിയോയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഒരു മോൻ്റെ ഇങ്ങനെ പെൺകുട്ടികൾ ഒരു പാർട്ട്ണറിനെയൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ലുക്സ് ഒക്കെ ഭയങ്കരമായിട്ട് നോക്കുമോ, എനിക്ക് വളരെയധികം ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് എന്നുള്ള പോലെ, വളരെയധികം ബുള്ളിങ് ഒക്കെ നേരിടുന്നുണ്ട് എന്നുള്ള പോലെ. അപ്പോഴാണ് നമ്മൾ സ്വയം ഒരു റിഫ്ലക്ഷനും അവന് എന്ത് ഉത്തരം കൊടുക്കണം എന്ന് എനിക്ക് അപ്പം അറിയില്ലായിരുന്നു. കാരണം ആസ് എ സൊസൈറ്റി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അപകർഷതാബോധങ്ങളും ഇൻസെക്യൂരിറ്റീസും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ജീവിക്കുന്ന ഒരു പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇൻക്ലൂഡിങ് ഞാൻ. നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത് നമ്മൾ വേറെ ആൾക്കാർക്കും പകർന്നു കൊടുക്കുന്നത്. ചെറിയ കുട്ടിയായിരുന്നപ്പം എല്ലാവരും എന്നെ മൊട്ടാന്ന് വിളിച്ചിരുന്നത്. കാരണം അമ്മ എനിക്ക് ബോയ് കട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ജോലിയൊക്കെ ആയതുകൊണ്ട് കുട്ടീനെ മുടിയൊന്നും നോക്കാൻ വയ്യ, പാവുണ്ട്, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് മൊട്ടാന്ന് വിളിക്കുക, അല്ലെങ്കിൽ മൊട്ടച്ചി എന്നൊക്കെ വിളിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മഷ്റൂം കട്ടൊക്കെ ആക്കി. മഷ്റൂം കട്ടൊക്കെ ആക്കിയപ്പം കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ആയി. അപ്പോഴാണ് ഒരു മേമേൻ്റെ കല്യാണം വരുന്നത്. എനിക്ക് തോന്നുന്നു ഷോമേമേൻ്റെ ഒരു അമ്മേമ്മേൻ്റെ കല്യാണമാണ്. അതിൽ നിന്നിട്ട് ഞാൻ കരഞ്ഞ് കാലൊക്കെ പിടിച്ചിട്ട് ഒരു മുഴം മുല്ലപ്പൂ, ഒരു സ്ട്രാൻഡേ ഉള്ളൂ കേട്ടോ മുല്ലപ്പൂവിൻ്റെ, അത് ഇവിടെ കുത്തിയിട്ട് ഇവിടം വരെ മുല്ലപ്പൂ ഇട്ടിട്ട് വലിയ ആളായിട്ട് നടന്നതൊക്കെ എനിക്ക് നല്ല അതിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മുടിയില്ല എന്നുള്ളത് വലിയൊരു സങ്കടമായിരുന്നു അന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കുറച്ചും കൂടി വലിയ ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ അമ്മ മുടി വളർത്താൻ സമ്മതിച്ചു. അപ്പോൾ അത് ഓക്കെ ആയി. പക്ഷേ പാൽപ്പല്ല് കൊഴിഞ്ഞു പോയപ്പോൾ പിന്നെ വന്ന പല്ലൊക്കെ കുറച്ച് പൊന്തിയിട്ടാണ്. അപ്പോഴാണ് ഈശ്വരാ കൊന്ത്രമ്പല്ലി എന്നൊക്കെ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്, അവർക്കൊരു തമാശ, അത്രേ ഉള്ളൂ. എനിക്കത് ഉണ്ടാക്കിയ ഒരു മെൻ്റൽ ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്കറിയാം. എനിക്ക് ആ കുട്ടികളെ കാണുമ്പോൾ വേഗം മനസ്സിലാവും. ചിരിക്കുമ്പോൾ പല്ല് കാണിക്കാണ്ട് ചിരിക്കുന്ന കുട്ടികൾ ഇങ്ങനെ ചിരിക്കും, അല്ലെങ്കിൽ വായ പൊത്തിയിട്ടേ ചിരിക്കുള്ളൂ. എനിക്ക് ആ ഒരു ആക്ഷൻ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും അവരെന്തിലൂടെ കടന്നു പോകുന്നതെന്ന്. കാരണം ഞാനത് കടന്നു പോയ ഒരാളാണ്. അത് പിന്നീടാണ് ഞാൻ പല്ലിൽ ക്ലിപ്പിടുന്നത്. പിന്നെ അതൊരു ഡിസാസ്റ്റർ ആയിരുന്നു. പിന്നീട് ഒരുപാട് ഡെന്റൽ ഇഷ്യൂസ് വന്നു. അങ്ങനെ അത് വലിയൊരു പ്രശ്നമായിരുന്നു, ഈ പല്ല് പൊന്തിയിട്ടാണെന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. അതിനുശേഷം ഒരു 6ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ നമ്മുടെ സ്കൂളിലുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്കൂളിലെ പരിപാടിക്ക് എനിക്ക് തോന്നുന്നു ആനുവൽ ഡേ ആണെന്ന് തോന്നുന്നു. ആനുവൽ ഡേക്ക് മാലാഖയെ സെലക്ട് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. മാലാഖയെ സെലക്ട് ചെയ്യുന്ന പരിപാടിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇന്ന് ടീച്ചർമാർ വരും മാലാഖേനെ സെലക്ട് ചെയ്യാനെന്ന്. നമ്മളെല്ലാവരും കാരണം 5ലും 6ലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് നമ്മൾ. നമുക്ക് അത്ര അന്തൊന്നുമില്ല, ഒരു ബോധവും ഇല്ല ചുരുക്കി പറഞ്ഞാൽ. അപ്പം മാലാഖേനെ സെലക്ട് ചെയ്യാൻ നമ്മളെല്ലാവരും റെഡി ആയിട്ടിരുന്ന് കഴിയുമ്പോൾ ടീച്ചർമാർ വരുന്നു, എല്ലാവരും സ്കാൻ ചെയ്യുന്നു. അതിനുശേഷം ക്ലാസ്സിലെ ടീച്ചറുടെ അടുത്ത് 2-3 കുട്ടികളുടെ പേര് ചോദിക്കുന്നു, പോകുന്നു. അൾട്ടിമേറ്റ്ലി മാലാഖമാരുടെ ലിസ്റ്റ് വരുമ്പം ആ ക്ലാസ്സിലെ ഏറ്റവും വെളുത്ത കുട്ടികളായിരിക്കും മാലാഖ. ആ ഒരു പോയിന്റിലാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ വെളുത്തിട്ടാണ് ഞാൻ വിചാരിച്ചത് ഈ വെളുപ്പ് പോരാ, മാലാഖ ആവണമെങ്കിൽ ഈ വെളുപ്പ് പോരാന്ന്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 8th സ്റ്റാൻഡേർഡിൽ എത്തിയപ്പോഴത്തേനും എൻ്റെ മുടിയുടെ ടെക്സ്ചർ മാറി. എൻ്റെ മുടി ഈ ഒരു ഫ്രിസി ആയിട്ടുള്ള വേവി ആയിട്ടുള്ള, എസ്പെഷ്യലി നാട്ടിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. എൻ്റെ വീട് മലപ്പുറത്താണ്. അപ്പോൾ മലപ്പുറത്ത് ഭയങ്കര ഹ്യൂമിഡിറ്റി, മലപ്പുറത്ത് എന്നല്ല കേരളത്തിൽ എവിടെ പോയാലും 70% ഹ്യൂമിഡിറ്റി. അപ്പോൾ ആ ഹ്യൂമിഡിറ്റിയിൽ എൻ്റെ മുടി ഭയങ്കര ഫ്രിസി ആയിട്ട്, ഉള്ളില്ലാതെ, മുടിക്കൊട്ടും കനമില്ലാണ്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു മുടിയാണ്. മുടി നീണ്ടൂന്നേ ഉള്ളൂ. അപ്പോൾ അതിനെല്ലാം നിൻ്റെ മുടി എന്തെങ്കിലും കോല് പോലെ, നമ്മുടെ സ്കൂളിലാണെങ്കിൽ ഫുൾ ഇങ്ങനെ മടഞ്ഞിട്ട് മടക്കിയൊക്കെ കെട്ടണം. അങ്ങനെയൊക്കെ കെട്ടുമ്പോൾ ആ മടഞ്ഞ് ഇട്ടാൽ അടിയിലിങ്ങനെ കുറ്റിച്ചൂല് പോലെ ആവും എന്നുള്ള പോലെ കളിയാക്കലായിരുന്നു. കളിയാക്കുന്നതിനേക്കാൾ ആൾക്കാർ വളരെ നൈസായിട്ട് കമൻറ്റ് ചെയ്യും, എന്തടീനെ നിന്റെ മുടി ഇങ്ങനെ ആയിപ്പോയി, എന്ത് പറ്റി, അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നു കോളേജിലെത്തിയപ്പം അതുവരെ എനിക്ക് കുറച്ച് നീളത്തിൽ മുടി ഉണ്ടായിരുന്നു. അപ്പം ഉള്ളില്ല, മുടിക്ക് ഒട്ടും കനമില്ലാത്തതുകൊണ്ട് അത് കോളേജിലെത്തിയപ്പോഴാണ് ഞാൻ വെട്ടിക്കളയുന്നത്. പിന്നെയും എപ്പോഴും നമുക്ക് മുടീനെ പറ്റിയിട്ട് ഇങ്ങനെ കേൾക്കേണ്ടി വരും. അത് കഴിഞ്ഞ് കോളേജിലൊക്കെ എത്തുമ്പോഴും എൻ്റെ ഒരു കോൺസെപ്റ്റിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, തമാശ എന്ന് പറഞ്ഞ ഒരാളെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് കളിയാക്കുന്നതാണ് തമാശ. കാരണം നമ്മൾ ഒരു ഏജ് വരെ അതാണ് നമ്മൾ കാണുന്നത്, എല്ലാവരും ചെയ്യുന്നതും അതാണ് കാണുന്നത്. അപ്പോൾ കോളേജിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, വരാന്തയിൽ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ താഴെ നോക്കുകയാണ്. അപ്പോൾ താഴെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുമ്പോൾ താഴെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കുറച്ച് അന്വേഷണമായ കുറച്ച് രൂപങ്ങളുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതിനെ വലിയ ആളാവാൻ വേണ്ടിയിട്ട് കളിയാക്കി പറഞ്ഞു. അപ്പം എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരി ഫെറ്റി നിൽക്കുന്നുണ്ട്. അവൾ പറഞ്ഞു, ഇത് തമാശയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല ഡീനെ. പക്ഷെ ഇത് തമാശ അല്ലേ അങ്ങനെ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അയാൾ ജനിച്ചത് അങ്ങനെയാണ്, അത് അയാളുടെ രൂപം അങ്ങനെയാണ്,
ആ വ്യക്തിയെ നീ ഇങ്ങനെ കളിയാക്കുന്നത് ശരിയാണെന്ന് എങ്ങനെ നിനക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇതെനിക്ക് തമാശയായിട്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോയി. അന്നാണ് ഞാൻ ആലോചിച്ചത്, ഷൂ ശരിയാണല്ലോ, ഇതെങ്ങനെ തമാശയാവും, ഒരാളെ താഴ്ത്തി കിട്ടുന്നത് എങ്ങനെ തമാശയാവും എന്ന് എനിക്ക് ബോധം വന്നത് 21ാം വയസ്സിലാണ്. എന്നാലും വല്ലപ്പോഴും ഒക്കെ ഇപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഫ്രണ്ട്സിനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ടും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനത്തെ കളിയാക്കൽ ഉണ്ടാവും. കാരണം ഈ പറഞ്ഞ ആൾ തന്നെ കഴിഞ്ഞ എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താടി നിന്റെ മുടിയുടെ കോല ഇങ്ങനെ, നീ എന്താണ് കാണിച്ചു വെച്ചേക്കണേ, നീ എന്തിനിങ്ങനെ സൈഡ് ചെയ്തേക്കണേ, നിന്റെ മുടി എന്ത് പരപരന്ന് കിടക്കണേ, നിനക്കിത് പറ്റുന്നില്ലെങ്കിൽ നീ കെട്ടിവെക്കുക. ഞാൻ എൻ്റെ മുടിയിൽ ഇത്രയും ഇൻസെക്യൂർ ആയ ഒരാൾ നിങ്ങൾ വേറെ ഉണ്ടാവും, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും കേട്ടോ. ഞാനിതൊരു 1 മണിക്കൂർ മറ്റേ സ്ട്രെയിറ്റ്നറും കേളിംഗ് അയണും മറ്റേ ബ്ലോ ഡ്രയറും ഹീറ്റ് പ്രൊട്ടക്റ്റൻസ് സ്പ്രേ ഇല്ലാത്ത പരിപാടിയൊന്നും ഇല്ലാണ്ട് 1.5 മണിക്കൂർ നിന്നിട്ടാണ് ഞാൻ ഈ ഓരോ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കാരണം എൻ്റെ മുടി സെറ്റ് ചെയ്യാണ്ട് എനിക്ക് വരാനുള്ള കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ഈ വീഡിയോൻ്റെ മുന്നേ എനിക്ക് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, മുടിയിൽ ഇന്നലെ കുറച്ച് എണ്ണ തേച്ചു, അത് കൂടിപ്പോയി. അപ്പോൾ എത്ര ഇട്ട് ഹീറ്റ് ഇട്ട് വലിച്ചിട്ട് മുടി റെഡി ആവണില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അയ്യോ എൻ്റെ മുടി ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യും എന്ന്. കാരണം ആ ഒരു ഇത് നമ്മുടെ തലയിൽ എനിക്ക് അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായതുകൊണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റനിങ് ചെയ്യും, നമ്മൾ അത് ചെയ്യും, ഇത് ചെയ്യും. ഇനി ചുരുണ്ട മുടിയുള്ള കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെ കളിയാക്കിയിട്ടുണ്ടാവും, കുരുവിക്കൂട് മറ്റത് മറിച്ച്. അപ്പോൾ ചുരുണ്ട മുടിയുള്ള ആൾക്കാരെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ട്രെയിറ്റനിങ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. അത് കഴിഞ്ഞ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കേളി ഹെയർ റുട്ടീനൊക്കെ വന്നുകൊണ്ട്. പക്ഷേ ഈ കേളി ഹെയർ റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഫ്യൂ അവേഴ്സും വളരെ എക്സ്പെൻസീവായ കുറേ പ്രൊഡക്ട്സും സ്പെൻഡ് ചെയ്താൽ മാത്രമേ ആ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇനി ആൺകുട്ടിയൊക്കെ ആണെങ്കിൽ കഷണ്ടി ഒരു പ്രായം കഴിഞ്ഞാൽ മെയിൽ പാറ്റേൺ ബോൾഡ്നെസ് നിങ്ങൾക്ക് ജനറ്റിക്കലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ തീർന്നു. കഷണ്ടി കയറാൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും, ഞാൻ കുറെ പേരോട് ഇതിനെപ്പറ്റി സംസാരിച്ചു കേട്ടോ. അപ്പോൾ അവർ പറയാറ് കഷണ്ടി കയറാൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും അതിനെപ്പറ്റി പറയാനുള്ളൂ. അയ്യോ എടാ മുടിയൊക്കെ പോയാ, മോനെ നിന്റെ മുടിയൊക്കെ പോയല്ലോ, മുടി കയറി തുടങ്ങിയല്ലേ, അച്ഛനെ പോലെ ആയാ, അല്ലെങ്കിൽ അവരെ പോലെ ആയോ ഇവരെ പോലെ ആയോ എന്നുള്ള ഒരു ചോദ്യം. അത് പലപ്പോഴും ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്ന ഒന്നാണ്. അത് കൂടാണ്ട് ഓപ്പോസിറ്റ് ജെൻഡറിന് നമ്മളെ ഇഷ്ടപ്പെടില്ല, നമ്മളൊരു പ്രായമുള്ള ആളായിട്ട് തോന്നും. ഫഹദ് ഫാസിലിന്റെ ഭംഗിയാണെങ്കിലും എനിക്ക് ഭംഗിയില്ല എന്നുള്ളവരെ ഇതൊക്കെ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്. അതായത് ഓപ്പോസിറ്റ് ജെൻഡറിന്റെ അറ്റൻഷൻ ഒരിക്കലും കിട്ടാത്തത്, ഒരിക്കലും തല നിറച്ച് മുടിയുള്ള ഒരു ആൺകുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. തല നിറച്ച് മുടിയുള്ള ഒരാൾക്ക് ഞാൻ അനുഭവിക്കുന്ന വിഷമം ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും പോയിട്ട് തലയിലും മുടി ഫിക്സ് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരാൾ അതിനെപ്പറ്റി ബോധേഡല്ലെങ്കിലും സമൂഹം അതിനെപ്പറ്റി വളരെ ബോധേഡായിരിക്കും. അങ്ങനെ സമൂഹം നമ്മളെ അതിനെപ്പറ്റി ബോധേഡാക്കും. അതിൽ വളരെ കുറച്ച് പേരെങ്കിലും വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു കേട്ടോ, എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഉണ്ടിടീനെ മെയിൽ പാറ്റേൺ ബോൾഡ്നെസ്. അപ്പൊ പിന്നെ എനിക്ക് മാത്രമായിട്ട് മുടി വളരില്ല. അത് ഞാനൊരു പ്രായം കഴിയുമ്പോൾ തന്നെ ഞാനത് തിരിച്ചറിഞ്ഞു. ഞാനതിനെ വളരെ പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് ആരിപ്പോൾ എന്ത് പറഞ്ഞാലും ഇതൊക്കെ ഒരു കാര്യം, ഇത് ജസ്റ്റ് മുടിയല്ലേന്ന്, ഇതിനെപ്പറ്റിയൊന്നും ഞാൻ ഇത്ര ബോധേഡല്ല എന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട്. അപ്പം ഞാൻ ഇത് പറഞ്ഞ പോലെ കുറേ പേരുടെ അടുത്ത് ഞാൻ സംസാരിച്ചു, ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ചു. കുറേ കഥകളിൽ, അതായത് ഷെയർ ചെയ്യണം എന്ന് അവർക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുള്ള അവരുടെ ഫ്രണ്ട്സിനെ കണക്ട് ചെയ്തു. അങ്ങനെ കുറേ പേരുടെ അടുത്ത് സംസാരിച്ചു. അപ്പം ഞാൻ ആദ്യം വിളിച്ച കൂട്ടത്തിലൊരാൾ, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനാണല്ലോ നമ്മൾ ആദ്യം വിളിക്കാം. അപ്പോൾ അതിലൊരാൾ പറഞ്ഞത്, അവളുടെ പേര് ലിനി എന്നാട്ടോ. അവൾ കോളേജ് പഠിക്കുമ്പം നമ്മൾ ഒരു ഫ്രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, നമ്മൾ നല്ല ക്ലോസ് ആണ്. അപ്പോൾ കോളേജ് പഠിക്കുമ്പോൾ എന്നെക്കാളും അവൾക്ക് 1 ഇഞ്ച് പൊക്കം കുറവാണ്, 1 ഇഞ്ച് പൊക്കം കുറവുള്ളൂ. എന്നാലും ഞാൻ അവളെ ഇടയ്ക്ക് കാണുമ്പോൾ, ലിനി മോളെ നീ എന്തൊരു ചെറുതാണ്, ഷോ. അതായത് ഒരു മനസ്സുഖം, വേറെ ഒന്നുമല്ല, വൻ മനസ്സുഖത്തിനാണ്. അപ്പോൾ അവള് പറഞ്ഞു, നീ ആ പറഞ്ഞിരുന്നത് വെച്ചിട്ട് ഇപ്പോഴും ഇടയ്ക്കൊക്കെ നമ്മൾ പഴയ കാലമൊക്കെ പറയുമ്പോൾ പറഞ്ഞ് അത് കളിയാക്കും. അപ്പോൾ അവള് പറഞ്ഞു, നീ പറയുന്നത് വെച്ചിട്ട് വേണം വീഡിയോ തുടങ്ങാൻ, ഒരാവശ്യമില്ലാണ്ട്, നിന്നെക്കാൾ ഒരു ഇത്തിരി പൊക്കം കുറവ് എനിക്കുള്ളൂ, നീ എന്തുമാത്രം എന്നെ കളിയാക്കിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന ഇൻസെക്യൂരിറ്റി ഉണ്ടല്ലോ, എന്നെ ആൾക്കാർ കളിയാക്കുന്നത്. എന്നെക്കാളും ചെറിയൊരാളെ കാണുമ്പോഴൊരു സന്തോഷം, അത് വേറൊരു ചേട്ടനും ഇങ്ങനെ കോൾ ചെയ്തപ്പോൾ പറഞ്ഞു, ആളുടെ ഒരു ഫ്രണ്ട് വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നത്, എടാ നീയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നത്, നിന്നെയൊക്കെ കാണുമ്പോൾ ഒരു സമാധാനം, കാരണം നീ എന്നെക്കാളും ഭയങ്കര ചെറുതാണല്ലോ എന്നുള്ള പോലെ. അതായത് നമ്മുടെ ഒരു കുറവിനെ നമ്മൾ വേറൊരാളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നമ്മൾ സമാധാനിപ്പിക്കുന്ന ഒരു സംഭവം. ഇതിപ്പോൾ ഞാൻ ഇത് ഇവിടെ ഇരുന്ന് പ്രീച്ച് ചെയ്താലും എൻ്റെ ഭാഗത്തുനിന്നും ഞാനും ഇത് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു വളർന്നു വന്ന സാഹചര്യങ്ങളോ നമ്മൾ കണ്ട കാഴ്ചകളോ നമ്മൾ കടന്നു പോയിട്ടുള്ള കോൺവെർസേഷൻസോ അക്സെപ്റ്റബിൾ ആണെന്നുള്ള കോൺവെർസേഷൻസ് ഒക്കെ പലപ്പോഴും ഇങ്ങനെയായിരിക്കാം. ഇനി ചിലപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഇത് പറ്റാൻ സാധ്യതയുണ്ട്. നമ്മൾ ആരും പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ്സ് അല്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനും അത്
ഇനി റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ആരും എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യജീവി ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ചകഞ്ഞു നോക്കിയാൽ അവർക്കും കുറ്റങ്ങൾ ഉണ്ടാവും. നമുക്ക് പുറത്തേക്ക് എല്ലാം കറക്റ്റാന്ന് തോന്നുന്ന ആൾക്കാർക്കും. അപ്പം ഓരോരോ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞ പല കാര്യങ്ങളും നമുക്കൊക്കെ തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന്, തല വലുതാണോ തോന്നി, പല്ല് പൊന്തിയിട്ടാണോ തോന്നി. ഒരു മാരേജിനോട് അടുക്കുമ്പോഴാണ് പലപ്പോഴും ഈ പല കാര്യങ്ങളും നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നുന്നത് എന്നുള്ള പോലെ. അത് കഴിഞ്ഞ് വിവാഹശേഷം കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പം കുട്ടി ഉണ്ടാവാൻ നേരം സ്വാഭാവികമായിട്ടും ഗർഭിണി ആവുമ്പോൾ നല്ലപോലെ തടിക്കും. ഇത് ഒരാളല്ല, ഇത് പല ആൾക്കാരും പറഞ്ഞ കാര്യം കേട്ടോ. ഗർഭിണി ആവുമ്പോൾ നല്ലപോലെ തടിച്ചിട്ട് പ്രസവത്തിന് ശേഷം ആ തടി ഒരു കുറ്റാവും. ഗർഭധാരണ സമയത്തും ആ ഒരു പീരീഡിലും ആ ഒരു 9 മാസം തടിച്ചില്ലെങ്കിൽ പറയും നീ ഒന്നും തിന്നുന്നില്ല, നീ കുട്ടിക്കൊന്നും ഫുഡ് കൊടുക്കുന്നില്ല. പക്ഷെ ആ തടി ഒരു പ്രശ്നമില്ലാത്ത കാര്യം, കുട്ടി ഒന്ന് പുറത്തെത്തി കഴിഞ്ഞാൽ പിന്നെ ആ തടി എന്തൊരു തടിയത്, എന്തെങ്കിലും എക്സസൈസ് ചെയ്ത് കുറയാൻ നോക്കുക, അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചത്. പിന്നെ കറുപ്പും വെളുപ്പിന്റെയും കാര്യം ഞാനിത് പറയാൻ തുടങ്ങുകയാണെങ്കിൽ അത് വേറെ വീഡിയോ, അതായത് നമ്മളെ കോളനൈസ് ചെയ്ത ബ്രിട്ടീഷിന്റെ മുന്നേ ഒക്കെ തുടങ്ങിയിട്ട് പറയേണ്ടി വരും. അപ്പൊ അതിൽ പോകണില്ല. നമുക്ക് കറുപ്പും വെളുപ്പും ഒരു പ്രശ്നമാണ് നമ്മുടെ സൊസൈറ്റിയിൽ. അത് വലിയൊരു പ്രശ്നമാണെന്നുള്ളത് ഇപ്പോഴും പല ആൾക്കാരും ഓരോന്ന് പറഞ്ഞു വരുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ അവള് പറഞ്ഞു, കറുപ്പും വെളുപ്പും എന്നുള്ളൊരു കോൺവെർസേഷൻ എൻ്റെ കുട്ടിയുടെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല. ഇത് ഒന്നല്ല, എനിക്ക് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോൾക്കോ മോനോ കറുപ്പും വെളുപ്പും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല എന്നുള്ളത്. എന്താന്ന് വെച്ചാൽ ആ ഒരു കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ കുട്ടികൾ അതിനെപ്പറ്റി വല്ലാണ്ട് ചിന്തിക്കില്ല. പലപ്പോഴും പലരും പറഞ്ഞ നാട്ടിലൊക്കെ വന്ന് അവരുടെ റിലേറ്റീവ്സിന്റെയും ഗ്രാൻഡ് പാരൻസിന്റെ ഒക്കെ കൂടെ നിന്ന് കുറച്ചു കാലം കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ കുട്ടി വന്ന് ചോദിക്കും അമ്മ ഞാൻ കറുത്തോന്ന്. അത് പതുക്കെ അതിനെപ്പറ്റി ഒരു കോൺവെർസേഷനേ ഇല്ലാണ്ട് ആ ഒരു കോൺസെപ്റ്റ് ഒഴിവാക്കാനാണ് പല പാരൻസും ഇന്നത്തെ കാലത്ത് ശ്രമിക്കുന്നത്. എന്താന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു, അതായത് ഇപ്പോൾ ഒരു കുട്ടീനെയൊക്കെ കാണാൻ പോകുമ്പോൾ നാട്ടിലെ ബേസിക് കോൺവെർസേഷനിലൊന്നാണ് അവർ കറുത്തിട്ടാണ് കാണാൻ കൊള്ളില്ല, കറുത്തിട്ടാണെങ്കിലും സുന്ദരിയാണ്, വെളുത്ത് സുന്ദരി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായി കാണാൻ പോകുമ്പോഴും മനസ്സിൽ തോന്നും അയ്യോ ഈ കുട്ടി കറുത്തു പോയല്ലോ എന്ന് ചിലപ്പോൾ മനസ്സിൽ തോന്നും. പിന്നെ അത് ഒന്ന് പോസ് ചെയ്ത് ആള് സ്വയം വിചാരിക്കും അങ്ങനെ വിചാരിക്കാൻ പാടില്ല എന്നുള്ള ഒരു തോട്ട് മനസ്സിൽ നിന്ന് സ്വയം ഉണ്ടാക്കി കൊണ്ടുവരുന്നു. കാരണം അത്ര ഇൻഗ്രെയിൻഡ് ആണ് ആൾക്ക്. ആള് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട്, ഡാർക്ക് സ്കിൻ ടോൺ ആണെന്ന് ഒരാൾക്ക് പറയുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ ഒരാൾ വെളുത്ത സ്കിൻ ടോൺ ആണ് അല്ലെങ്കിൽ ഒരാൾ ഡാർക്ക് സ്കിൻ ടോൺ ആണെന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ ഒരാൾ വെളുത്തത് കൊണ്ട് നല്ലത്, ഒരാൾ കറുത്തത് കൊണ്ട് അത് മോശമാണെന്ന് പറയുമ്പോഴാണ് തെറ്റായി പോകുന്നത്. അതർവൈസ് നിങ്ങൾ ഡാർക്ക് ആണെന്ന് പറയുന്നത് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതിനൊരു തെറ്റുമില്ല. പക്ഷെ അതൊരു മോശം ഇത് നല്ലതും എന്നുള്ളൊരു ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറയുന്ന കാര്യം ഇതാണ്, അയ്യോ അച്ഛനും അമ്മയും വെളുത്തിട്ട കുട്ടി എന്ത് കറുത്തു പോയി. കാരണം അതൊന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ എസ്പെഷ്യലി ഓൾഡർ ജനറേഷനിലുള്ള ആൾക്കാർക്ക് ഒരു മനസ്സമാധാനം എന്ന് പറഞ്ഞതില്ല. അത് പറഞ്ഞേ പറ്റൂ. ഒരാൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഒരു മാരേജിന് പോയാൽ ചെക്കൻ കൊള്ളാം പെണ്ണും എന്ത് അത്ര പോരാ കറുത്തിട്ടാണ് എന്ന് പറയും. എൻ്റെ ഒരു കല്യാണത്തിന്റെ സമയത്ത് ഞാൻ പേഴ്സണലി ഗോ ത്രൂ ചെയ്തൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഡാർക്കാണ്, ഹാൻസം ആണ് എന്നെ സംബന്ധിച്ച്. പക്ഷേ കുടുംബത്തിൽ പലർക്കും ഡീനെ വെളുത്ത കുട്ടിയായതുകൊണ്ട് വെളുത്ത ആളെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പോൾ എനിക്കിതിൽ പ്രത്യേകിച്ചൊന്നും എനിക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റിനോട് തന്നെ താല്പര്യമില്ലായിരുന്നു. കാരണം ഒരുപാട് നമ്മൾ കാണുകയാണ് ആൾക്കാരെ വെറുതെ മാർജിനലൈസ് ചെയ്യുന്നത്. എന്തിനാണ് ഒരു ആവശ്യമില്ലാണ്ട് വെറുതെ മാർജിനലൈസ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അതിനോട് ആ ഒരു സിസ്റ്റത്തിനോടൊരു വെറുപ്പാണ് തോന്നുന്നത്. ആ സിസ്റ്റത്തിനോട് അബൈഡ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും തോന്നില്ല. അപ്പൊ അവള് പറഞ്ഞത് ഇപ്പൊ കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടിയുടെ ബാക്കൊക്കെ എന്താ കറുത്തിരിക്കുന്നത്, കുട്ടി കറുത്തു പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കുറെ ഡയലോഗ്സ് വരും. അങ്ങനത്തെ ഒരു കാര്യം ആള് കുട്ടിയേക്ക് പകർന്നു കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഇത് പ്രോബ്ലം മീൻസ് അങ്ങനെ ആയാലും കുട്ടികൾ പലപ്പോഴും സ്കൂളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ പകർന്നു കൊടുക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ കുടുംബത്തിലൊരു കുട്ടീനെ അംഗനവാടിയിലൊക്കെ വിട്ടിട്ട് അംഗനവാടിയിൽ നിന്ന് അവന് കിട്ടിയ ഒരു കാഴ്ചപ്പാടാണ് അവൻ വെളുത്ത് സുന്ദരനാണെന്നുള്ളത്. അതായത് ടീച്ചർ പറയും, പലപ്പോഴും നമ്മുടെ ടീച്ചർമാർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ വലിയൊരു റോളുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിനുണ്ട്, നമ്മുടെ പാരൻസിനുണ്ട്, നമ്മുടെ ടീച്ചർമാർക്കുണ്ട്. ടീച്ചർമാർക്കും അല്ലെങ്കിൽ അധ്യാപകർക്ക് ഇതിലുള്ള റോൾ എന്താണെന്ന് വെച്ചാൽ പല പരിപാടികളും ഉണ്ടാവുമല്ലോ, ഓണപ്പരിപാടി, മറ്റേ പരിപാടി, ആനുവൽ ഡേ, യൂത്ത് ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ കോമൺ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഡാൻസിന് പിറകിലേക്ക് നിർത്തുക, ഡാൻസിന് കൂട്ടാണ്ടിരിക്കുക. നീ കറുത്തിട്ടാണ് അല്ലെങ്കിൽ നീ മെലിഞ്ഞിട്ടാണ്. ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞാൽ അത്രേ, നീ ഈ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് നിന്നെ ആരെങ്കിലും ചവിട്ടി കൂട്ടിയാൽ നമ്മളത് കാണേണ്ടി വരില്ലേ, നീ ആകെ അത്രയല്ലേ ഉള്ളൂ, അതുകൊണ്ട് പിറകിലേക്ക് നിർത്തി. പിന്നെ വേറെ ഒരു ഇൻസിഡന്റിൽ കൊറിയോഗ്രാഫ് ചെയ്ത ഡാൻസ് കളിക്കാൻ സമ്മതിക്കില്ല, നീ കൊറിയോഗ്രാഫർ ആയിട്ട് ഇരുന്നാൽ മതി, കാണാൻ കൊള്ളുന്ന ആൾക്കാർ ഡാൻസ് കളിച്ചാൽ മതി, ഫ്രണ്ടിൽ നിന്നാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാട്. വേറൊരാൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂട്ടുകാരുടെ ഒരു ഇൻഫ്ലുവൻസിലാണ്. കൂട്ടുകാർ വളരെ ഗുഡ് ഇന്റൻഷനോടെ മോക്കുരു മാറ്റാനുള്ള റീലുകൾ എവിടെ കണ്ടാലും, മോക്കുരുവിന്റെ പാട് മാറ്റാനുള്ള റീല് എവിടെ കണ്ടാലും ആൾക്ക് അയച്ചു കൊടുക്കും. ഇന്റൻഷൻ കറക്റ്റാണ്.
പക്ഷെ ഈ ഒരാളെന്ന് പറയുമ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങളോടൊക്കെ നമുക്കൊരു അക്സെപ്റ്റൻസ് വരും. കാരണം ജീവിതത്തിൽ ഇതിലും വലിയ കാര്യങ്ങളുണ്ട്, ബുദ്ധിമുട്ടാനും സങ്കടപ്പെടാനും നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളുടെ കൂട്ടുകാർ പലപ്പോഴും നമ്മൾക്ക് അത് പിന്നെയും ഒരു റിമൈൻഡർ തരുന്ന പോലെ റീൽ അയക്കുന്ന പോലെ ഒരു ഇൻസിഡന്റ് ഒരാൾ പറഞ്ഞു. ചെറിയ പ്രായത്തിലാണെങ്കിൽ കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. പലപ്പോഴും സ്കൂളുകളിലൊക്കെ ഒരു ട്രെൻഡ് ഉണ്ട്, ഭംഗിയുള്ള കുട്ടികൾ മാത്രം ഒരു ഫ്രണ്ട് സെറ്റ്, അതായത് കൺവെൻഷനലി ഭംഗിയുള്ള കുട്ടികൾ എന്ന് അവർ സ്വയം ധരിച്ച് ആ ഒരു പ്രിവിലേജ് കിട്ടിയിട്ടുള്ള കുട്ടികൾ മാത്രം ഒരു ഫ്രണ്ട് സെറ്റ് ആയിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് പലപ്പോഴും കാണാം. അതുപോലെ തന്നെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇപ്പം പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഇരട്ട പേരൊക്കെ നമ്മുടെ ഒരു ഫിസിക്കൽ ആട്രിബ്യൂട്ടിനെ വെച്ചിട്ടാവാനുള്ള ചാൻസസ് എസ്പെഷ്യലി സ്കൂൾ ഡേയ്സിലൊക്കെ വളരെ കൂടുതലാണ്, ഗേൾസിനായാലും ബോയ്സിനായാലും. അത് പിന്നീട് നമ്മൾ ആ ഒരു ഇതിലേക്ക് ചുരുങ്ങുന്ന പോലെ നമുക്ക് സ്വയം തോന്നാം. അത് പിന്നീട് നമ്മുടെ കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അത് ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് അൺലേൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു തടിച്ചൊരാളൊരു ടയർ എന്നുള്ള പേരിട്ട് വിളിച്ചൊരു ഇൻസിഡന്റ് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ആള് പറയാണ്, വളർന്ന് വലുതായി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഞാൻ അത്ര വലിയൊരു തടിച്ചൊരാളൊന്നും അല്ലായിരുന്നു, തടിച്ചൊരു എന്നിട്ട് പോലും. അപ്പോൾ ആള് പറയാ, നല്ല മണ്ണുള്ള ഒരാൾക്ക് ഇതിലും കൂടുതലായിരിക്കും, മെലിഞ്ഞ ആളാണെങ്കിൽ ചുള്ളിക്കമ്പ്. പല സാഹചര്യങ്ങളിലും നല്ലൊരു കാറ്റടിച്ച ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണമൊക്കെ കഴിക്കുന്ന സമയത്ത് ഞാൻ നല്ല മെലിഞ്ഞിട്ട് എനിക്കൊരു 39-40 കിലോയൊക്കെ ഉള്ളൂ. അപ്പോൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ അതെ, നമ്മൾ നല്ലൊരു കാറ്റടിച്ചാൽ എല്ലാവരും നമ്മൾ അയ്യോ ഡീനേനെ പിടിക്കും, ഡീന പവറിപ്പോ ദേഷ്യമൊക്കെ വരോട്ട് ആലോചിക്കുമ്പോൾ. ഇതേ കാര്യം എനിക്ക് വർക്ക് പ്ലേസിലും ഉണ്ടായിട്ടുണ്ട്. ഒരു വട്ടം കോലാപ്പൂർ പോയപ്പോൾ അവിടെയൊക്കെ ഭയങ്കര കാറ്റാണ്, എന്തോ ഒരു പ്രൊജക്റ്റിന് വേണ്ടി പോയതാണ്. അവിടെ ഭയങ്കര കാറ്റടിച്ച മെർച്ചൻഡൈസേഴ്സ്. ഞാൻ ശരിക്കും ഒന്ന് പിറകിലേക്ക് ആഞ്ഞു പോയി കാറ്റത്ത്. അപ്പത്തെ ഡീനേനെ പിടിക്കും, അയ്യോ പിന്നെ കാറ്റടിച്ചാൽ ഡീനേനെ പിടിക്കലായി. അയ്യോ ഡീനേന്റെ മുന്നിൽ എല്ലാവരും നിൽക്കുക, ഡീന പാറ. ഇതൊരു ഭയങ്കര തമാശയായിട്ട് അങ്ങോട്ട് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിന്റെ ആട്രിബ്യൂട്ട്സുമായിട്ട് നമ്മൾ സ്വയം കമ്പയർ ചെയ്യും. എന്താന്ന് വെച്ചാൽ അവൾ അങ്ങനെ ആയതുകൊണ്ടാണോ അവൾ സുന്ദരി, അല്ലെങ്കിൽ നമ്മുടെ കസിൻസിന് കിട്ടുന്ന വീട്ടിൽ കിട്ടുന്ന അറ്റൻഷൻ അവരുടെ ഒരു ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് ഇങ്ങനെ ആയതുകൊണ്ടാണോ അവർക്ക് ഇത്ര അറ്റൻഷൻ കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഒരു കുട്ടി പറഞ്ഞത് ആ കുട്ടീനെ സ്കൂൾ ലൈഫിൽ ഫുള്ള് കാക്കയെന്നാണ് വിളിച്ചിരുന്നത് 10th വരെയുള്ള സ്കൂൾ ലൈഫിൽ. ആ പക്ഷിയെ കാണുമ്പോൾ അത്രയധികം ദേഷ്യം ആൾക്ക് തോന്നുമായിരുന്നു എന്ന്. കാരണം സ്കൂളിൽ നിന്ന് അങ്ങനെ ഒരു വട്ടം ക്ലാസ്സിൽ എന്തോ ഒരു കാക്ക പറഞ്ഞു വന്നപ്പോൾ ആ ആളെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ കാക്ക വന്നതെന്ന് പോലും ആൾക്കാർ ഡയലോഗ് അടിച്ചു. ഇതൊക്കെ അന്ന് തമാശയാണ്. പക്ഷെ ആ കുട്ടിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് എത്രയായിരിക്കും മാനസികമായിട്ട് നിങ്ങൾ ആലോചിക്കാം. അത് കഴിഞ്ഞിട്ട് ആള് പറയും 10th കഴിഞ്ഞപ്പോൾ ആകെ ഉണ്ടായിരുന്നൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ പഠിച്ച സ്കൂളിൽ തന്നെ കിട്ടരുതേ. കാരണം ഈ എനിക്കറിയുന്ന ഒരാളും ഞാൻ 11th 12th പോകുമ്പോൾ സ്കൂളിൽ ഉണ്ടാവരുതേ എന്ന് മാത്രമായിരുന്നു ആൾ പ്രാർത്ഥിച്ചിരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ബുള്ളിങ് ഇനി സഹിക്കാൻ വയ്യ എന്നുള്ളവർ. എന്നിട്ട് ആള് പറഞ്ഞു 11th 12th പോയപ്പം പുതിയ ആൾക്കാരായപ്പം അവർക്ക് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുകൾ ഇല്ലാതിരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ലിബറേഷൻ ആയിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ഒരു ഡയലോഗ് അടി കേട്ടിട്ട് ആള് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫെയർ ആൻഡ് ലവ്ലിയോ ഗാർണിയറോ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്രീമുകളുടെ പരസ്യങ്ങളൊക്കെ വരും. എല്ലാം നമ്മളെ ഫെയർ ആക്കാനുള്ള ക്രീമുകളായിരുന്നു അന്ന്. ഇപ്പാണ് ബാക്ക്ലാഷ് വന്നിട്ട് അവരതൊക്കെ നിർത്തിയത്. അപ്പൊ ആ ക്രീമുകൾ അമ്മയാണെങ്കിൽ വീട്ടിൽ നമ്മുടെ അമ്മമാരൊന്നും ചെറിയ കുട്ടിയാകുമ്പോൾ ഒന്നും മേടിച്ച് തേക്കാനൊന്നും സമ്മതിക്കില്ല. അമ്മമാർക്ക് കുറച്ച് സ്ട്രിക്റ്റ് ആണ്, നിങ്ങളുടെ സ്കിന്ന് കൊളാവും, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ആളിത് ഇല്ലാത്ത പൈസയൊക്കെ ഈ പോക്കറ്റ് മണിയൊക്കെ ചെറിയ 10 റുപ്യ 20 റുപ്യ ഒക്കെ കൊടുക്കുന്നതെന്നൊക്കെ കാശ് കൂട്ടി വെച്ചിട്ട് അത് അമ്മ കാണാണ്ട് പോയി മേടിച്ചിട്ട് അത് എല്ലാ ദിവസവും തേക്കുമായിരുന്നു. ആളുടെ അമ്മ ഫെയറാണ്. ആളുടെ അമ്മ ഫെയറും അച്ഛൻ ഡാർക്കുമാണ്. അച്ഛനും എല്ലാം ഫാമിലി അടക്കം അച്ഛനെ എല്ലാവരും കളിയാക്കുന്നു. അപ്പം അമ്മ ഫെയർ ആയതുകൊണ്ട് അമ്മേൻ്റെ അടുത്ത് നല്ല ദേഷ്യം വരുമായിരുന്നു. ആ ഫെയർനെസ് എനിക്ക് കിട്ടിയില്ലല്ലോ. അപ്പം അമ്മേനോട് പറയും അമ്മ വെളുത്തിട്ടാണെന്നുള്ളൂ, അമ്മേനെ കാണാൻ ഒരു ഭംഗിയില്ല എന്നൊക്കെ പറയും. ഇത് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമായിട്ട്. നീ വെളുത്തിട്ടാണെന്നുള്ളൂ, നിന്നെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. അത് എൻ്റെ വേറൊരു കൂട്ടുകാരെയും പറഞ്ഞു. ആളുടെ അമ്മ പറഞ്ഞു നിന്റെ മുഖം വെളുത്തിട്ടാണെന്നേ ഉള്ളൂ, നിന്റെ മുഖത്തിനൊരു കലയില്ല, ഐശ്വര്യമില്ല. അങ്ങനെ കേൾക്കേണ്ടി വരുന്നത്. പിന്നെ എനിക്ക് നല്ലോണം കേട്ടിരുന്നതാണ് കുട്ടികൾ പറയും കൂട്ടുപിരികാണ്, കൂട്ടിച്ചതയ്ക്കും, നിന്നെ ഫ്രണ്ട് ആക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറയും. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പിരികം ത്രെഡ് ചെയ്യാനായിട്ട്. പിരികം ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അമ്മേൻ്റെ അടുത്തൊക്കെ കയ്യും കാലൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അമ്മയാണെങ്കിൽ സമ്മതിക്കില്ല. എന്നിട്ട് +1 +2 ഞാൻ നൈസായിട്ട് അമ്മേൻ്റെ അടുത്ത് പറയാണ്ടാണ് പോയിട്ട് പിരികം ത്രെഡ് ചെയ്തത്. എന്തൊരു സമാധാനം. ഒരു ദിവസം തലവേദനിച്ച് കിടന്നു, എന്നാലും കുഴപ്പമില്ല. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പിന്നെ PGക്കൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി ഒരു ലോഗമൊക്കെ അറിയുന്നത്. അപ്പോഴാണ് ഫ്രിദ കാലോനൊക്കെ പോലുള്ള ആർട്ടിസ്റ്റുകളെയും വളരെ ലിബറേറ്റിംഗ് ആയ കുറെ കാര്യങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ ഒരു തൊട്ട് മുന്നേ തന്നെ ഞാൻ പിരികം ത്രെഡ് ചെയ്യാന്നുള്ള കലാപരിപാടി കംപ്ലീറ്റ്ലി നിർത്തിയിരുന്നു. നമ്മുടെ ബോഡിയിൽ കുറച്ചും കൂടി നമ്മൾ സ്വയം അക്സെപ്റ്റ് ചെയ്യാന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക്. കാരണം നമുക്ക് ഇതല്ലേ ഉള്ളൂ,
നമ്മുടെ പിരികം ഇങ്ങനെയാണ്. ഇത് ഒരുപാട് അങ്ങോട്ട് ഓൾട്ടർ ചെയ്യുക എന്നുള്ളത് നമുക്ക് പറ്റുന്ന കാര്യമല്ല. ഇത് ഫിസിക്കലി സംടൈംസ് പെയിൻഫുൾ ആണ്. കാരണം നമ്മുടെ മജ്ജയും മാംസവും നമ്മളെടുത്ത് ആൾട്ടർ ചെയ്യുക എന്നുള്ളത് പറ്റുന്നവരുണ്ടായിരിക്കും. ഇപ്പം ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവരും ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഇടയ്ക്ക് ഇത്രയും അക്സെപ്റ്റൻസ് ഉള്ള സെലിബ്രിറ്റീസ് വരെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുമാത്രം ഇൻസെക്യൂരിറ്റി തോന്നിയിട്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്. അവർക്ക് സ്വയം സ്ക്രീനിൽ കാണുമ്പോൾ അത്ര ഇഷ്ടക്കേട് തോന്നിയിട്ടല്ലേ നമുക്ക് ഓരോന്ന് ഓൾട്ടർ ചെയ്യണം തോന്നുന്നത്. അപ്പം നമ്മൾ അവരോടും കുറച്ച് കൈൻഡ് ആയിരിക്കണം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ മാതാപിതാക്കളുടെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ഇൻഫ്ലുവൻസ് അല്ല. പലപ്പോഴും പല സിബ്ലിംഗ് റൈവലറികളും തുടങ്ങുന്നത് തന്നെ മാതാപിതാക്കളുടെ ഈ കുട്ടികളുടെ കാണുന്ന ഭംഗിയിലുള്ള ഒരു പക്ഷഭേദം വെച്ചിട്ടാണ്. നമ്മളൊരു കുട്ടിയുടെ ഒരു നൂലുകെട്ടോ എന്തോ തമിഴ്നാട്ടിൽ വേറെന്തോ പറയാം, പേരിടിയിലോ സംതിങ് എന്തിനോ പോയിരുന്നു. അപ്പൊ അവിടെ മൂത്ത കുട്ടിയുടെയും ഇളയ കുട്ടിയുടെയും ഫോട്ടോ വെച്ചിട്ടുണ്ട്. മൂത്ത കുട്ടിയും ഇളയ കുട്ടിയും കാണാൻ ഒരുപോലെയാണ് ഇരിക്കുന്നത്. ആ ഒരു പ്രായത്തിൽ മൂത്ത കുട്ടിക്ക് ഇപ്പൊ പ്രായമായി. അപ്പൊ ഞാൻ ആ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അയ്യോ രണ്ടുപേരും കാണാൻ ഒരേപോലെ ആണല്ലോ. അവർ പെട്ടെന്ന് എൻ്റെ അടുത്ത്, എന്തിനാണ് ഡീന ഒരേപോലെയാ പറയണേ, എൻ്റെ ഇളയ കുട്ടി വെള്ളയാണെന്ന്. ഇത്ര പ്രിവൈലന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സിബ്ലിംഗ് റൈവലറീസ് ഇളയ കുട്ടിക്ക്. ചില കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, വെളുത്ത ആൾക്കാരുടെ അടുത്ത് മാത്രമേ ആ കുട്ടികൾ പോവുള്ളൂ. കാരണം അവരുടെ വീട്ടിൽ നിന്ന് കാണിക്കുന്ന പല കാര്യങ്ങളും അത്ര ചെറിയ കുട്ടിയുടെ മനസ്സിൽ വരെ അത് ഇൻഗ്രെയിൻഡ് ആണ്. അത് ഒരുപാട് പേരെൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞു, കുട്ടികൾ അത് ആ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന വാല്യൂ ആണെന്നുള്ളത്. പിന്നെ വേറൊരു ഫ്രണ്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ വീട്ടിലുള്ള എല്ലാ സംസാരങ്ങളും ബ്യൂട്ടീനെ പറ്റിയാണ്. അതായത് അവരെ കാണാൻ എന്ത് ഭംഗിയാണ്, ഇവരെ കാണാൻ എന്ത് ഭംഗിയാണ്, അവർ കറുത്തിട്ടാണ്, ഇവരുടെ പല്ല് ശരിയല്ല, അവരുടെ മൂക്ക് ശരിയില്ല. എല്ലാ കോൺവെർസേഷൻസും ഓൾമോസ്റ്റ് എപ്പോഴും ബന്ധുക്കളുടെ ഇടയിലും അവരുടെ പാരൻസിന്റെ ഇടയിലൊക്കെ ഭംഗിയെ പറ്റി വളരെയധികം സംസാരിക്കുന്നു. ചില കസിൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഭംഗി കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ട്, അവർക്ക് പ്രത്യേകം ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒബ്സർവേഷനിലൂടെ അല്ലേ ചെറിയ കുട്ടിയാകുമ്പോൾ ഓരോന്നൊക്കെ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് തോന്നും അവർക്ക് ഈ ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുന്നത് അവരെ കാണാൻ കൊള്ളാവുന്നത് കൊണ്ടാണോ എന്നല്ലേ നമ്മളെ കുഞ്ഞു മനസ്സിൽ ചിന്തിക്കുള്ളൂ. അതുപോലെ തന്നെ ചില രക്ഷിതാക്കൾ കാണാൻ അവരുടെ അപ്രൂവൽ ഇല്ലാത്ത ആൾക്കാരെ ഫ്രണ്ട്സ് ആക്കി വെക്കാൻ സമ്മതിക്കാത്തത്. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായി പോയി. കാരണം അങ്ങനെയൊക്കെ ജീവിക്കാൻ ഭയങ്കര പാടാണ്. എന്നിട്ട് ആള് പറയുന്നത് ആ വീടിന്റെ ഒരു ചട്ടക്കൂടിൽ നിന്ന് ഇറങ്ങി പിന്നെ ലോകം കണ്ടപ്പോഴാണ് ആൾക്ക് എല്ലാ തരത്തിലുള്ള ഫ്രണ്ട്സ് ഉണ്ടാവാൻ തുടങ്ങിയത്. കാരണം പിന്നീട് ഒരു സ്കൂളിലെ ചട്ടക്കൂടിൽ നിൽക്കുമ്പോൾ ആള് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടല്ലേ നമുക്ക്, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ പറഞ്ഞിട്ടേ നമുക്കൊരു ഫ്രണ്ട് ഉണ്ടാവുള്ളൂ. അവര് നമ്മളുടെ സർക്കിളിനെ പറ്റിയൊക്കെ വളരെ അവെയർ ആയിരിക്കും. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ അത് മാറും. അതുപോലെ തന്നെ വേറൊന്നാണ്, നമ്മുടെ പാരൻസിന് പലപ്പോഴും നമ്മുടെ ഒരു എബിലിറ്റീസിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യത്തിലും ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത്. ചിലപ്പോഴൊക്കെ അവർ നമ്മളെ ലാക്കിംഗ് ആണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു മാറ്റാൻ ശ്രമിക്കുമ്പോൾ അത് പിന്നീട് നമ്മുടെ ഒരു ഇൻസെക്യൂരിറ്റി ആയിട്ട് നമ്മുടെ മനസ്സിൽ സിമെന്റ് ആയി, അങ്ങനെ ആയി എന്ന് തന്നെ ഒരാൾ പറഞ്ഞു. പിന്നെ വേറെ ആൾ പറഞ്ഞു, നീ ഒരു ആകെ ഇത്രേ ഉള്ളൂ, നീ എന്തിനാണ് കരാട്ടയൊക്കെ പഠിക്കാൻ പോകുന്നത്, നിന്റെ കാല് വളഞ്ഞിട്ടാണ് ഇരിക്കണേ, അങ്ങനത്തെ രീതിയിലുള്ളൊരു സംസാരം. അതായത് കുട്ടികളെ എൻകറേജ് ചെയ്യാണ്ട് കുട്ടികളെ വളരെയധികം എത്രത്തോളം ഡിസ്കറേജ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഡിസ്കറേജ് ചെയ്യുന്ന പാരൻസ്. എൻ്റെ മകള് കാണാൻ കറുത്തിട്ടാണെന്ന് കത്തെഴുതുന്ന പാരൻസ്. അതല്ലെങ്കിൽ ഒയ്യോ നിന്റെ മോള് നീയൊക്കെ സുന്ദരിയാണല്ലോ, നിന്റെ മോൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് ചോദിക്കുന്ന റിലേറ്റീവ്സ്. വേറെ ചില പാരൻസിന്റെ വിചാരം കുട്ടികളെ എൻകറേജ് ചെയ്താൽ കുട്ടികൾ ഭയങ്കരമായിട്ട് അഹങ്കാരികളായി പോവും, അല്ലെങ്കിൽ അഹങ്കാരം ഉള്ളവരായി പോകും എന്നുള്ളത്. എസ്പെഷ്യലി പെൺകുട്ടികൾക്കാണ് ഇത് ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതൽ. അവരെ ഇങ്ങനെ ഒരു ഗുണവും പറയാൻ സമ്മതിക്കില്ല, കാരണം നിനക്ക് അഹങ്കാരമായി പോകുന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഒരാൾ പറയാ, അതുകൊണ്ട് ഞാൻ ഈ ഭംഗിയില്ല, എന്നെ ഒന്നിനും കൊള്ളൂല എന്ന് കേട്ട് വളർന്നുകൊണ്ട് എന്നെ ഭംഗിയുണ്ടെന്ന് ആദ്യം പറഞ്ഞ ആളെ ഞാൻ കല്യാണം കഴിച്ചു. അതായത് അത്ര ആ കുട്ടീനെ ആ പാരന്റ് പറഞ്ഞ കാര്യങ്ങൾ ബാധിച്ചിട്ടുണ്ടാവണമല്ലോ. പാരന്റ്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും കളറിനെ പറ്റി, തടിയെ പറ്റി, പൊക്കമില്ലായ്മയെ പറ്റി, പൊക്കമുള്ളതിനെ പറ്റി പലപ്പോഴും കോൺവെർസേഷൻസ് തന്നെ അതിനെ പറ്റിയാണ്. നമ്മൾ ഒരാളെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് കാണുമ്പോൾ, എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവന് നല്ല പൊക്കമാണ്. അവനെ കാണുമ്പോൾ ഞാൻ പറയും, എനിക്കെന്താണെന്ന് വെച്ചാൽ എനിക്ക് വേറൊന്നുമല്ല, എനിക്ക് നല്ല കുശുമ്പാണ്. കാരണം എൻ്റെക്കാളും 6-10 വയസ്സ് താഴെയുള്ള കസിൻസും എന്നെക്കാളും ഭയങ്കര പൊക്കം. അപ്പൊ എനിക്ക് വെറും കുശുമ്പാണ്. അപ്പോൾ ഒരു വട്ടം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വളർച്ച നിർത്തി എൻ്റെ ജീനിച്ച്, എനിക്ക് മതിയായിരുന്നു. ആ കുട്ടിക്ക് മേ ബി ആ കുട്ടി പോകുന്ന എല്ലായിടത്തും കേൾക്കുന്ന അവൻ്റെ പൊക്കത്തിനെ പറ്റിയായിരിക്കും. പൊക്കമില്ലായ്മ ഒരു ബുദ്ധിമുട്ടാവുന്ന പോലെ തന്നെ പൊക്കമുള്ളതും ചിലപ്പോൾ പലർക്കും ബുദ്ധിമുട്ടാവാം. ആൺകുട്ടികൾ പലപ്പോഴും കുറച്ച് നല്ല കാര്യമായിട്ട് പറയുന്ന പൊക്കം, ആൺകുട്ടികളുടെ പൊക്കം ഇല്ലെങ്കിലാണ് ബുള്ളിങ്, റിലേറ്റീവ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വക. പക്ഷെ പെൺകുട്ടികളിലാണെങ്കിലോ പൊക്കം കൂടിപ്പോയാലാണ് ബുള്ളിങ്. പറയാൻ എന്താണെന്ന് വെച്ചാൽ ഒരു കല്യാണം വരുമ്പോഴാണ് സ്പെഷ്യലി ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത്. നിങ്ങളുടെ പൊക്കം, വണ്ണം, നിറം,
ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളെയും പറ്റി. പൊക്കമുള്ള പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ നിനക്ക് അയ്യോ ഇനിയിപ്പോൾ നിനക്ക് ഇത്ര പൊക്കമുള്ള ചെക്കനെ കിട്ടണ്ടേ, എന്തൊരു പാടായിരിക്കും. ഇപ്പം എൻ്റെ അമ്മയൊക്കെ നമ്മൾ പൊക്കം വെക്കാണ്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറയും. കാരണം ചെക്കനെ കിട്ടാൻ പാടുപെട്ട് പോയില്ലേ, കാലൊക്കെ ചെറുതായിട്ടിരിക്കുന്ന ചെരുപ്പ് കിട്ടാൻ പാടുപെട്ട് പോയില്ലേ എന്നുള്ള വൻ ഉടായ്പകളൊക്കെ ഉണ്ട്. എന്താ ഇപ്പം ചെയ്യാം, നമുക്ക് ഈ തോട്ട്സ് ഒക്കെ നമ്മൾ ആസ് എ സൊസൈറ്റി പതുക്കെ പതുക്കെ മാറി. ഇനി പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കോൺവെർസേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. എൻ്റെ അമ്മയ്ക്ക് ഹാൻഡിക്യാപ്ഡ് ആണ്, ആൾക്ക് കാലിന് ബുദ്ധിമുട്ടുണ്ട്, ഒരു കാലിന് നീളം കുറവും ഒരു കാലിന് നീളം കൂടുതലുമാണ്. ആള് പറയുന്നത് പലപ്പോഴും ഈ ബാംഗ്ലൂർ ഡേയ്സിൽ പറയുന്നില്ലേ, നിങ്ങൾ വരുമ്പോൾ മുടന്തുള്ള ഒരാളെ കണ്ടില്ലേ, അപ്പൊ നെക്സ്റ്റ് ക്യാരക്ടർ ചോദിക്കും അത് ഇവിടുത്തെ പ്യൂണല്ലേ. അങ്ങനെ ഒരു അംഗവൈകല്യമുള്ള ആൾക്കാർ അപശകുനാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഭയങ്കര പ്രിവലൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരെ അകറ്റി നിർത്തുന്നത്, ഓസ്പീഷ്യസ് ആയ ഫംഗ്ഷൻസിലൊന്നും അവർ പോകാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് വളരെ കൂടുതലാണ്. എൻ്റെ അമ്മ പലപ്പോഴും പല സ്ഥലത്തും പോയാൽ സ്റ്റേജുകളിലൊന്നും കയറില്ല, കാരണം ആൾക്ക് ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് തന്നെ ആൾ സ്റ്റേജിലൊന്നും കയറാറില്ല. ആളെപ്പോഴും പറയും പലരും മുഖത്ത് കാണിക്കും, ആൾക്കാർ വായുകൊണ്ട് കാര്യങ്ങൾ പറയണമെന്നില്ല ഡീന, മുഖത്ത് ആൾക്കാർ പലപ്പോഴും കാണിക്കും പല കാര്യങ്ങളും. നമ്മൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മളത് വായിച്ചെടുക്കാൻ പഠിക്കും എന്ന് ആളെപ്പോഴും പറയാറുണ്ട്. ആ ഒരു കോൺവെർസേഷൻ എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ ഇല്ല തന്നെ. അതും നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്താൽ നല്ലതായിരിക്കും. ഇപ്പം നമ്മുടെ ഒരു കാര്യം നമ്മുടെ സൊസൈറ്റി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് ആക്സസ് ഇല്ലാത്ത രീതിയിലാണ്. പുറം രാജ്യങ്ങളിലാണെങ്കിൽ ഒരു വീൽ ചെയർ ആക്സസ് ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്. ഒന്നോ രണ്ടോ വളരെ സക്സസ്ഫുൾ ആയ ആൾക്കാരെ നമ്മൾ വളരെയധികം പൊക്കിക്കൊണ്ട് നടക്കും സോഷ്യൽ മീഡിയയിലൊക്കെ. പക്ഷെ മെജോറിറ്റീനെ തഴയാനാണ് എല്ലാവർക്കും ഇഷ്ടം, മെജോറിറ്റീനെ കൂടെ കൂട്ടാണ്ടിരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അത് ഫസ്റ്റ് ഹാൻഡ് ഞാൻ കണ്ടു വളർന്നത് കൊണ്ട് പറയാണ്. അവരും സാധാരണ മനുഷ്യന്മാരാണ്, നമ്മൾ പെർഫെക്റ്റ് അല്ല എന്ന് വിചാരിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ തഴയാണ്ടിരിക്കാൻ ശ്രമിക്കുക. അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ സത്യഭാമ വിഷയത്തിലൊക്കെ ഉണ്ടായത് നമ്മൾ ആ ഒരു കാര്യം അങ്ങനെ പറയുന്നത് മോശമാണെന്നുള്ള ഒരു മാനസിക ഇത് നമുക്ക് വന്നു. മറ്റേത് അങ്ങനെ പറയുന്നത് നോർമൽ ആണെന്നുള്ളൊരു ഇതായിരുന്നു. ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ കളിയാക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വന്നത് വളരെ നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കറക്ഷൻ കിട്ടും. നമ്മൾ ഇങ്ങനത്തെ ഓരോരോ പരിപാടികൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിനെ ആൾക്കാർ കറക്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട്, അങ്ങനെ ചെയ്യുന്നത് ഒരു താഴെയുള്ളൊരു കാഴ്ചപ്പാടാണെന്ന് നമുക്ക് മനസ്സിലാവും, നമ്മൾ മാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ആൾക്കാർ പറയുന്ന കാര്യങ്ങളിൽ കിട്ടുന്ന ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതൊരു ഹെൽത്തിയായ ഇമ്മ്യൂണിറ്റി ആയിരിക്കില്ല. ചിലപ്പോൾ അവർ നമ്മളെ കളിയാക്കുന്നതിന് പകരം നമ്മൾ ഒരു സെൽഫ് ഡെപ്രിക്കേറ്റിംഗ് ഹ്യൂമർ സൈഡിലേക്ക് പോകും. എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളെ പറയുന്നതിന് മുന്നേ നമ്മൾ തന്നെ അത് പറഞ്ഞപ്പം എൻ്റെ മുടി കൊള്ളൂല ഞാൻ തന്നെ പറഞ്ഞാൽ പിന്നെ അവർക്ക് എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ ആട്രിബ്യൂട്ട്സിനോ അല്ലെങ്കിൽ ഞാൻ ഇത്തിരി പൊക്കവും കുറവാണ്, ഞാൻ കുരുട്ടാണെന്ന് ഞാൻ തന്നെ പറഞ്ഞാൽ പിന്നെ ഇപ്പം നിങ്ങൾക്ക് എന്നെ അതിന് പറഞ്ഞ് കാട്ടാൻ പറ്റൂലല്ലോ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പോകും. അതും ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇനി അടുത്തൊരു സെഗ്മെന്റ് പറയാനുള്ളത് പാർട്ട്നേഴ്സ് നമ്മളെ താഴ്ത്തി കെട്ടുന്നതിനെ പറ്റിയിട്ടാണ്. പാർട്ട്നേഴ്സ് നമ്മൾ സപ്പോർട്ടീവ് അല്ലാത്ത പാർട്ട്ണർ ആണെങ്കിൽ പലപ്പോഴും അവരുടെ വാദങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സിനെ മോശമാണെന്ന് പറയുമ്പം നമുക്കത്, കാരണം അവർ നമ്മളെ എല്ലാ രീതിയിലും അംഗീകരിക്കുന്ന ഒരാളായിരിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അത് നമ്മളെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സിനെ താഴ്ത്തി കെട്ടി പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന അതിപ്പോൾ ഒരു ആൺകുട്ടിക്കോ ഒരു പെൺകുട്ടിക്കോ എന്നല്ല, മനുഷ്യനാണെങ്കിൽ വളരെ വലിയ വേദനയാണ്. പലപ്പോഴും അത് രണ്ട് ജെൻഡേഴ്സും ഈക്വലി അനുഭവിക്കുന്ന ഒരു വേദനയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ലായിരിക്കും, എന്നാലും അതുണ്ടാക്കുന്ന ഇൻസെക്യൂരിറ്റി റിക്കവർ ചെയ്യാൻ പാടാണ്. കാരണം നമ്മളൊരു ടീനേജേഴ്സിലൊക്കെ ഉണ്ടാകുന്ന ഇൻസെക്യൂരിറ്റീസ് ഞാൻ ഈ പറഞ്ഞ പോലെ ലൈഫിൽ വേറെ വലിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ റിക്കവർ ആവും. നമ്മുടെ പാരൻസ് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ പുറം ലോകം കാണുമ്പോൾ റിക്കവർ ആവും. നമ്മളെ ഫ്രണ്ട് സർക്കിൾ ടോക്സിക് ആണെന്ന് മനസ്സിലായി നമ്മൾ പുതിയ ഫ്രണ്ട് സർക്കിൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നമ്മളും അവരും ഒരേപോലെ വളർന്നു മാനസികമായിട്ടും എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ റിക്കവർ ആവും. പക്ഷേ ഈ പാർട്ട്നേഴ്സ് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും റിക്കവർ ആവാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട്, അത് ജീവിതകാലം നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു കൂട്ടുകാർ പറഞ്ഞു, ഫ്രണ്ട്സ് കളിയാക്കി പറഞ്ഞാലും വിഷമം തന്നെയല്ലേ, ആരെന്ത് പറഞ്ഞാലും വിഷമം എന്നുള്ളത് വളരെ ജെനുവിൻ ആയ ഒരു ഫീലിംഗ് ആണ്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള വേറൊരു പയ്യൻ പറഞ്ഞത്, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ടാറ്റു അടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മമാരും അമ്മമാരും മേന്മാരും എല്ലാവരും, പിന്നെ അവരാണെങ്കിൽ ഇതെന്തിനാന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അങ്കിൾമാരാണെങ്കിൽ കളിയാക്കാനും തുടങ്ങും. അത് വളരെ കോമൺ ആയ ഒരു പ്രാക്ടീസാണ്. അതായത് ഇപ്പോൾ ഒരു പയ്യൻ കുറച്ച് എഫിമിനേറ്റ് ആണ്, അല്ലെങ്കിൽ അവന് കുറച്ച് കോൺഫിഡൻസ് കുറവാണ്, എന്തെങ്കിലും ഒരു ആട്രിബ്യൂട്ട് മതി, പിന്നെ അങ്ങോട്ട് അതിനെ പിടിച്ചു തൂങ്ങിയിട്ട് ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട, കുറച്ച് മുടി നീട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ പല പേരുകളും വിളിക്കും, അതിനൊരു സുഖം. ഇനി ഒരു പെൺകുട്ടി കുറച്ച് മാസ്കുലിൻ ആണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നിന്നെ ആര് കെട്ടും, നിന്നെ അങ്ങനെ ഇങ്ങനെ പലപ്പോഴും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കാണുമ്പോൾ അത് പോയിന്റ് ഔട്ട് ചെയ്യാനും അത് വിളിച്ചു പറയാനും നമുക്കൊരു സുഖമുണ്ട്. ആ സുഖമാണ് ഇതിലൊക്കെ കാണുന്നത്.
പിന്നെ വേറെ ചിലർ പറഞ്ഞത് ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സർക്കിളിന് പുറത്തോ പോകുമ്പോൾ നമ്മുടെ ഉടുപ്പുകളൊന്നും അത്ര പോരാ, നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത് പോരാ, നമ്മളുടെ മേക്കപ്പ് പോരാ എന്നുള്ള തോന്നലുകളൊക്കെ തോന്നാം. അത് സ്വാഭാവികമായിട്ടും തോന്നാം. പിന്നീട് അത് നമ്മൾ അവിടുത്തെ സ്റ്റൈലൊക്കെ നമ്മൾ പഠിച്ച് ബെറ്റർ, അത് വേറെ ഒരു കോൺവെർസേഷൻ ആണ്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി വർക്ക് പ്ലേസിലുള്ളതാണ്. വർക്ക് പ്ലേസിൽ പലപ്പോഴും ചില ആട്രിബ്യൂട്ട്സ് ഉള്ള ആൾക്കാർ മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണും. പലപ്പോഴും വർക്ക് സ്പേസിൽ കൺവെൻഷനലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളവർ ഇനി സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് തോന്നാറുണ്ട്. അതിന് ബ്യൂട്ടി പ്രീമിയം എന്നാണ് ചൈനയിൽ നടന്ന ഒരു സ്റ്റഡിയിൽ പറയുന്നത്. ചൈനയിൽ ഞാൻ വായിച്ചു നോക്കട്ടോ. ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് കാണാപ്പാടൊന്നും അറിയില്ല. ഞാൻ വായിച്ച് നോട്ട് എഴുതി കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ എൻസൈക്ലോപീഡിയ ഒന്നും അല്ല കേട്ടോ. 2018 ചൈനയിൽ നടന്ന ഫാമിലി പാനൽ സ്റ്റഡിയിൽ കൺഫേം ചെയ്തിരിക്കുന്നത് അവരെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കൺവെൻഷനലി ബ്യൂട്ടിഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്കണോമിക് സ്റ്റാറ്റസ് ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കൺവെൻഷനലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് പല കാര്യങ്ങളും ഈസി ആയിരിക്കും. ഇപ്പൊ അച്ഛനമ്മമാരുടെ അപ്രൂവൽ കുറച്ചും കൂടി ഈസി ആയിട്ട് വരും. ടീച്ചേഴ്സ്, ഈ അധ്യാപകരെന്ന് പറയുന്ന ആൾക്കാർ ശരിയാണ്, മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് നമ്മളിൽ ഉണ്ടാവുന്ന മോശം ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറയായിരുന്നു, ആനുവൽ ഡേക്ക് എൻ്റെ ചുണ്ടിന് മാത്രം ലിപ്സ്റ്റിക് ഇട്ടില്ല, കാരണം എൻ്റെ ചുണ്ട് കറുത്തിട്ടായിരുന്നു എന്ന്. ടീച്ചർ ചെയ്യുന്ന പരിപാടിയാണ്. അതായത് ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒരു ചുണ്ട് കറുത്ത ഒരാൾ നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നതാണോ, പ്രൊഫസേഴ്സ് ചോദിക്കുന്നു ആളുടെ അടുത്ത്. അപ്പൊ അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് വലിയൊരു റോളുണ്ട്. അവര് ആ റോള് മനസ്സിലാക്കാത്തവരായിരുന്നു. സ്പെഷ്യലി നമ്മൾ മില്ലേനിയൽസിനൊക്കെ പഠിപ്പിച്ച പല അധ്യാപകരെന്ന് എനിക്ക് എൻ്റെ കാര്യം മാത്രമല്ല ഫുള്ള് കഥ കേട്ടപ്പോൾ മുഴുവനും അങ്ങനെയാണ് തോന്നുന്നത്. ആ ഒരു പ്രിവിലേജ്, ഭംഗിയുള്ളവർക്ക് പ്രിവിലേജ് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതൽ തന്നെയാണെന്നാണ് സ്റ്റഡികൾ പറയുന്നത്. പലപ്പോഴും നമ്മളുടെ കോൺഫിഡൻസ് വരുന്നത് നമ്മളുടെ ഭംഗിയിൽ നിന്നല്ലാണ്ട് നമ്മൾ സ്വയം നമ്മൾക്കുള്ള കഴിവുകൾ തിരിച്ചറിയുമ്പോഴാണ്. എനിക്കിപ്പോൾ ഇങ്ങനെ സംസാരിക്കാനുള്ള കഴിവുണ്ട്, ഞാൻ അതിനെ ബിൽഡ് ചെയ്യാം എന്നുള്ള, അല്ലാണ്ട് നമ്മൾക്ക് എന്ത് കുറവുണ്ടെന്ന് ഫോക്കസ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ, സ്പെഷ്യലി നമ്മുടെ ഒരു ടീനേജേഴ്സിൽ അത് ഫോക്കസ് ചെയ്ത് അല്ലാണ്ട് നമുക്ക് ചിലപ്പോൾ ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു ബ്രെയിനിന്റെ വയറിങ് അങ്ങനെയാണ്. ചിലപ്പോൾ ആരും ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും നമ്മൾ ചിലപ്പോൾ പോപ്പുലർ മീഡിയയിൽ ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് അയ്യോ അവരുടെ അത്ര ചന്ത എന്നെ കാണാനില്ലല്ലോ നമ്മൾ സ്വയം ചിലപ്പോൾ വരുത്തി വെക്കും. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ ആ ഒരു ടീനേജേഴ്സിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് ഉണ്ടാവുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനും അവെയർ ആവാനുള്ള സാഹചര്യങ്ങളുള്ളതുകൊണ്ട് അവർ സ്വയം ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സ്വയം അവർ കറക്റ്റ് ചെയ്യാനും ഒക്കെ തയ്യാറാവുന്ന പോലെ ഒരു ടീനേജ് ഇയേഴ്സിൽ തന്നെ അവർ അത് റെക്ടിഫൈ ചെയ്യാനുള്ള ശ്രമം ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കറിയില്ല. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ അവരുടെ ഒരു ഫിസിക്കൽ ആട്രിബ്യൂട്ടിനെ പറ്റിയിട്ട് തടിച്ചു പോയല്ലോ, മെലിഞ്ഞു പോയല്ലോ, എന്താ പറ്റിയേ എന്നുള്ളതൊക്കെ പറയാന്നുള്ളത്. അഖിൽ ഒരു വട്ടം കല്യാണം കഴിഞ്ഞിട്ട് നാട്ടിൽ പോയപ്പോൾ ആരോ അഖിലിൻ്റെ അടുത്ത് ചോദിച്ചു, അയ്യോ മോനെ ആകെ മെലിഞ്ഞു പോയല്ലോ. എൻ്റെ ഹസ്ബൻഡാണ് അഖിൽ. ആള് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് 60 കിലോയ്ക്കും 62 കിലോയ്ക്കും ഇടയ്ക്കാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് എൻ്റെ വെയിറ്റിന് വലിയ ഫ്ലക്ച്വേഷൻ ഇല്ല. ഞാനത് വളരെ കഷ്ടപ്പെട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എവിടെയാണ് ഞാൻ മെലിഞ്ഞു എന്ന് തോന്നിയതെന്ന് ചോദിച്ചു. പിന്നെ ഒന്നും മിണ്ടാണ്ട് പോയി. അപ്പൊ പലപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനെ നമ്മളുടെ അടുത്ത് സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് തിരിച്ചു പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. ആ ചേച്ചി ഇനി ഒരിക്കലും അകലിൻ്റെ അടുത്ത് അയ്യോ മെലിഞ്ഞു പോയല്ലോ എന്ന് വന്ന് ചോദിക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി പറയുന്നതാണ് പലപ്പോഴും, അല്ലാതെ കാര്യമുള്ള കാര്യത്തിന് പറയുന്നതൊന്നുമല്ല. ഇത് സ്മോൾ ടോക്കാണ്. സ്മോൾ ടോക്കിന് പക്ഷേ ലോകത്ത് പല പല കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇന്ന് നല്ല മഴയാണല്ലോ, ഇന്ന് നല്ല വെയിലാണല്ലോ എന്നൊക്കെ പറയാം, ചൂടാണല്ലോ എന്ന് പറയാം. അതൊന്നും പറയാൻ കിട്ടിയില്ലെങ്കിൽ 2 കോഴിയുണ്ട്, കോഴിക്ക് കാലുണ്ട്, എന്തെങ്കിലും ഒരു കഥ പറയാം. ഇനി അതൊന്നും അല്ലെങ്കിൽ വല്ല ഹൗസ് ഓഫ് ദ ഡ്രാഗനെ പറ്റിയോ ബിഗ് ബോസിനെ പറ്റിയോ വേറെ എന്ത് കഥ പറഞ്ഞാലും നിങ്ങൾ ഒറ്റൊരാളിൽ അവർക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ പറ്റിയിട്ടുള്ള കമന്റുകൾ കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കുക. ഞാനും ശ്രമിക്കുന്നുണ്ട്. കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാണ്ട് പറയും, അയ്യോ തടിച്ചോ നീ എന്ത് പറ്റി എന്നൊക്കെ നമ്മൾ അറിയാണ്ട് ചോദിച്ചു പോകും. പക്ഷെ ഇമ്മീഡിയറ്റ്ലി നമ്മൾ അൺലേൺ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പതുക്കെ ആദ്യമൊന്നും നടക്കാൻ പോകില്ല, പതുക്കെ നമ്മളൊരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്താണ്? ഞാൻ എന്തെങ്കിലും ഇതിൽ മിസ്സാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ചിലപ്പം എല്ലാം ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല. ചിലപ്പം നിങ്ങൾ ഡിസഗ്രി ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ടാവും. അതും മാന്യമായ ഭാഷയിൽ പറയുക. കാരണം ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് അധികവും മറ്റു പലരുടെ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് നിങ്ങൾ ഓരോന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സീനൊന്നുമില്ല, അതൊക്കെ സഹിക്കാനുള്ള തൊലിക്കെട്ട് എനിക്കിപ്പുണ്ട്. പക്ഷെ മറ്റു പലരുടെ എക്സ്പീരിയൻസിനെ പറ്റി പറയുമ്പോൾ അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ശ്രമിക്കാണ്ടിരിക്കുക. ദാറ്റ്സ് ഗൈസ്. ഇഫ് യു ലൈക്ക് മൈ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ.